പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നിങ്ങൾക്കെല്ലാവർക്കും മെട്രിക്സിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആയിരുന്നു അല്ലേ? മെട്രിക്സുകളുടെ ഓപ്പറേഷൻസിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ പറയുന്ന ഒരു ഓപ്പറേഷനാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഓപ്പറേഷനാണെന്ന് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ. എങ്ങനെയാണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് എന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു അല്ലേ? അല്ല നമ്മൾ എന്താണ്, എപ്പോഴാണ് രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലിക്കേഷന് കംഫർട്ടബിൾ ആവുന്നത്, എങ്ങനെയാണ് ആ ഓപ്പറേഷൻ നടത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷനായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അതായത് മെട്രിക്സ് പോളിനോമിയൽ. എന്താണ് മെട്രിക്സ് പോളിനോമിയൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പോളിനോമിയൽ എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്. പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിനോമിയൽസ് ആർ ആൾജിബ്രിക് എക്സ്പ്രഷൻസ്. ഒന്ന് ഓർത്ത് നോക്കൂ, ആൾജിബ്രിക് എല്ലാ തരത്തിലുള്ള ആൾജിബ്രിക് എക്സ്പ്രഷനും പോളിനോമിയൽ എന്ന് പറയുമോ? ഇല്ല. എങ്ങനെയാണ്? ഒരൊറ്റ വേരിയബിൾ മാത്രമുള്ള നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് പവർ വേരിയബിൾസിന് വരുന്ന എക്സ്പ്രഷനെ മാത്രമാണ് എന്ത് പറയുന്നത്? ആൾജിബ്രിക് എക്സ്പ്രഷൻസ് എന്ന് പറയുന്നത് അല്ലേ? ഫോർ എക്സാമ്പിൾ നോക്കൂ, 3x² + 4x + 3 ഇതൊരു ആൾജിബ്രിക് എക്സ്പ്രഷനാണ് അല്ലേ? ഇവിടെ ഒരൊറ്റ വേരിയബിൾ ഉള്ളൂ. ഇവിടെ എക്സിന്റെ പവർ 2 ആണ്, 1 ആണ്. ഇവിടെ എക്സ് ഉണ്ടോ? എക്സ് ഉണ്ട്. ഏതാണ്? എക്സിന്റെ പവർ 0 ആണ്. അത്രേ ഉള്ളൂ അല്ലേ? അപ്പോൾ നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് പവർ ആയിട്ടുള്ള ഒരു വേരിയബിൾ മാത്രമുള്ള ആൾജിബ്രിക് എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ പറയുന്നത് പോളിനോമിയൽ എന്ന് പറയുന്നത്. ഇത് എക്സ് ആണെങ്കിൽ എല്ലാം എക്സ് ആയിരിക്കണം വേരിയബിൾ, വൈ ആണെങ്കിൽ എല്ലാം വൈ ആയിരിക്കണം. അങ്ങനെ ഏത് വേരിയബിൾ ആണെങ്കിലും ഒരു വേരിയബിൾ മാത്രമേ ഉണ്ടാകുമ്പോഴുള്ളൂ. അതിൽ മാത്രമല്ല എന്താണ്, ആ വേരിയബിളിൻ്റെ പവേഴ്സ് എപ്പോഴും എന്താണ്? നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആയിരിക്കണം അല്ലേ? ഇതാണ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം. നോക്കൂ, ഒരു പോളിനോമിയലിൻ്റെ ജനറൽ ആയിട്ടുള്ള ഫോർമാറ്റ് നമ്മൾ എഴുതുന്നത് ഇങ്ങനെയാണ്. ഒരു പോളിനോമിയൽ ജനറൽ ആയിട്ട് എഴുതുമ്പോൾ p of x is equal to p of x എന്ന് പറയുന്നത് പോളിനോമിയൽ ഇൻ x is equal to a1x raised to n plus a2x raised to n minus 1 plus etc. a1x raised to 1 plus a0x raised to 0. ഇതാണ് പോളിനോമിയലിന്റെ ജനറൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ a1ഉം a2 a3ഉം a4 ഒക്കെ ഇവിടെ ഇതുവരെ എന്താണ്, a0 വരെ എന്താണ്, പിന്നെ നമ്പേഴ്സ് ആണ് അല്ലേ? ഇത് എന്താണ്, ഒക്കെ വേരിയബിൾസ് ആണ്. അപ്പോൾ വേരിയബിൾസിന്റെ പവേഴ്സ് എല്ലാം നോൺ നെഗറ്റീവ് ഇൻറ്റീജേഴ്സ് ആയിരിക്കണം. ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസിനെയാണ് എന്താണ് പോളിനോമിയൽസ് എന്ന് പറയുന്നത്. ഇതിന് എങ്ങനെ വായിക്കാം? പോളിനോമിയൽ ഇൻ എക്സ് ഈക്വൽ ടു, ഇത് ജനറൽ ഫോമാണ്. പോളിനോമിയലിന്റെ ഒരു ജനറൽ ഫോമാണ് ഇത്. ഇതിലെന്താണ്, ഇപ്പം നമ്മൾ നേരത്തെ എഴുതിയ പോളിനോമിയലിൽ എന്തായിരുന്നുള്ളൂ? 3x² + 4x + 3 എന്ന് പറയുന്ന പോളിനോമിയലിൽ x²ഉം x⁻1ഉം x⁻0 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ടേംസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പ്രഷനാണ് പോളിനോമിയൽസ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു മെട്രിക്സ് പോളിനോമിയൽ എന്ന് പറയുന്നത്? അപ്പോൾ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരൊറ്റ എന്തുണ്ടാകുമ്പോഴുള്ളൂ? ഒരൊറ്റ വേരിയബിൾ മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? അതേപോലെ മെട്രിക്സ് പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അത് ഈ ഫോമിലുള്ള ഒരു പിന്നെ പോളിനോമിയൽ, പക്ഷെ അവിടെ വേരിയബിളിന് പകരം എന്തായിരിക്കും? ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും. ശ്രദ്ധിക്കണം, സ്ക്വയർ മെട്രിക്സ്. എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ, ഏത് ഓർഡറിലുള്ള ആയിക്കോട്ടെ, ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ പോളിനോമിയൽ ഇൻ എ എന്ന് പറയുന്നത്, പോളിനോമിയൽ ഇൻ മെട്രിക്സ് എ എന്ന് പറയുന്നത് നോക്കൂ, ഈ ഫോമിൽ എഴുതുകയാണെങ്കിൽ a1 a raised to n plus a2 a raised to n minus 1 plus etc. plus a1 a raised to 1 plus a0 a raised to 0 എന്നാണ് വരുന്നത്. നമുക്കതാണ് a raised to 0 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ ഐഡന്റിറ്റി മെട്രിക്സ്. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഐ എന്നുള്ള നമ്പർ കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഐ. ഓക്കെ, അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഈ രൂപത്തിലുള്ള അപ്പോൾ p of a is equal to a1 a raised to n, a2 a raised to n minus 1 etc. a1 a raised to 1 plus a0 into i. ഇവിടെ എന്താണ്? ഐ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇവിടെ x⁻0 എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് അല്ലേ? അപ്പോൾ എ എന്ന് പറയുന്നത് ഇവിടെ സ്ക്വയർ മെട്രിക്സ് ആണ്.
ഈ സ്ക്വയർ മെട്രിക്സിന്റെ അതേ ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ഇവിടെ ഐ എന്ന് പറയുന്നത്. ഈ സ്ക്വയർ മെട്രിക്സ് ഇപ്പോൾ 2/2 ആണെങ്കിലോ അല്ലെങ്കിൽ 3/3 ആണെങ്കിലോ അതേ ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് ആണിത് ഇവിടെ ഐ എന്ന് പറയുന്നത്. ഈ രൂപത്തിലുള്ള ഒരു എക്സ്പ്രഷൻ നോക്കൂ, ഇത് പോളിനോമിയൽ എക്സ്പ്രഷൻ ആണ്, അല്ലെങ്കിൽ ഇതൊരു പോളിനോമിയൽ ആണ് അല്ലേ? പോളിനോമിയലിന്റെ ജനറൽ ഫോം ആണ്. പക്ഷെ ഇവിടെ എന്താണ്, വേരിയബിളിന് പകരം വരുന്നതാണ് സ്ക്വയർ മെട്രിക്സുകളാണ്. ഓക്കെ, സ്ക്വയർ മെട്രിക്സ് മാത്രമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ സ്ക്വയർ മെട്രിക്സ് എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ, എ എന്ന് പറയുന്നത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ആ എ എന്ന് പറയുന്നത് സ്ക്വയർ മെട്രിക്സ് വെച്ചുകൊണ്ട് ഈ രൂപത്തിലുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുന്ന പേരാണിത് പോളിനോമിയൽ, മെട്രിക്സ് പോളിനോമിയൽ എന്നാണ് നമ്മളിതിനെ പറയാം. ഓക്കെ, മെട്രിക്സ് പോളിനോമിയൽ എന്നാണ് നമ്മളിതിനെ പറയാം. ഇവിടെ നോക്കൂ, ഇവിടെ ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടെന്നാണ് 3x² + 4x + 3 എന്ന് പറയുന്ന ഇതൊരു പോളിനോമിയൽ ആണ് ഇൻ എക്സ് അല്ലേ? പോളിനോമിയൽ ഇൻ എക്സ്. ഈ പോളിനോമിയൽ ഒരു എ എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സിന്റെ മെട്രിക്സ് ആണ് ഇതിന്റെ വേരിയബിളിന് പകരമെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ എഴുതാം, പി ഓഫ് എ ഇസ് ഈക്വൽ ടു, എ എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സ് ആണ് ഓഫ് എനി ഓർഡർ, ദെൻ 3a² + 4a + 3i. ഇവിടെ x⁻⁴ പകരം നമ്മൾ എഴുതുമ്പോൾ മെട്രിക്സ് എഴുതുമ്പോൾ എന്ത് എഴുതണം? ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് എഴുതണം. അപ്പോൾ ഇതിൻ്റെ ഈ പോളിനോമിയലിന്റെ അതേ രൂപത്തിലുള്ള എ എന്ന മെട്രിക്സിലുള്ള പോളിനോമിയലാണിത് 3a² + 4a + 3i എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെട്രിക്സ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ. മെട്രിക്സ് പോളിനോമിയലിൽ എന്താ ഉണ്ടാവുക? പോളിനോമിയലിൽ വേരിയബിൾസ് ആണ് ഉണ്ടാവുക. അതിന് പകരം എന്താണ്, മെട്രിക്സിൽ മെട്രിക്സ് ആയിരിക്കും, മെട്രിക്സ് പോളിനോമിയലിൽ മെട്രിക്സ് ആയിരിക്കും വേരിയബിളിന് പകരം ഉണ്ടായിരിക്കുക. ഓക്കെ, അതുപോലെ എന്താണ് ലാസ്റ്റ് x⁻⁴ എന്നതിന് പകരം ഉണ്ടാവും ഐഡന്റിറ്റി മെട്രിക്സ് ആണ് ഉണ്ടായിരിക്കുക. അപ്പം മെട്രിക്സ് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇത് സ്ക്വയർ മെട്രിക്സിന്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇത് എന്താണ്, ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. എന്താണ്, ഒരു സ്ക്വയർ മെട്രിക്സ് എ എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സ് നോക്കൂ, എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് ഇതിന്റെ ഓർഡർ n ആണെന്ന് വിചാരിക്കാം. അപ്പൊ സ്ക്വയർ മെട്രിക്സുകളാകുമ്പോൾ നമ്മൾ എന്താണ് n/n എന്ന് എഴുതേണ്ട കാര്യമില്ല അല്ലേ? ആക്ച്വലി സ്ക്വയർ മെട്രിക്സ് ആകുമ്പോൾ n റോസും n കോളംസും ഉണ്ടാവുക. അതിലെന്താണ് a n/n എന്ന് പറയണം. പക്ഷെ നമ്മൾ സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ എഴുതുള്ളൂ n എന്ന് എഴുതുള്ളൂ അല്ലേ? ഇതിങ്ങനെയൊക്കെ നമ്മൾ വായിക്കണം. എന്താണ്, സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n, square matrix of order n. That means n rows and n columns are here in this matrix A എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നോക്കൂ, ഇവിടെ ഈ ഒരു a² എന്ന് പറയുമ്പോൾ എന്താണ്, a ഇൻറ്റു a അല്ലേ? അപ്പൊ a-ന്റെ ഓർഡർ ഏതാ? n. a-യുടെ ഓർഡർ ഏതാ? n. ഇത് രണ്ടും ചോദിക്കുന്ന a² ഓർഡർ എന്തായിരിക്കും? a² ഓർഡറും എന്തായിരിക്കും? n തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ n ഓർഡറിലുള്ള രണ്ട് സ്ക്വയർ മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? n ഓർഡറിലുള്ള അതേ ഒരു മെട്രിക്സ് ആണ് കിട്ടുക. അപ്പോൾ a³ എന്തായിരിക്കും? a³ എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിന്റെ ഓർഡർ എന്തായിരിക്കും? n തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മെട്രിക്സുകളുടെ സ്ക്വയർ മെട്രിക്സുകളുടെ സ്ക്വയർ ആയാലും ക്യൂബ് ആയാലും ഒക്കെ എന്താണ് അതിൻ്റെ കിട്ടുന്ന മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതേ ഓർഡറിലുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് തന്നെയായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് എന്താണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ഉള്ള ചില കാര്യങ്ങൾ പിന്നെ വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസിലേക്ക് നമുക്ക് പോകാം. നോക്കൂ, എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ്, എ എന്ന് പറയുന്ന സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n ആണെങ്കിൽ നോക്കൂ, ഒരു മെട്രിക്സ് പോളിനോമിയൽ ഉണ്ടെന്ന് വിചാരിക്കുക. പി ഓഫ് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് പോളിനോമിയൽ 3a² + 4a + 5i എന്ന് പറയുന്ന ഒരു മെട്രിക്സ് പോളിനോമിയൽ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ എയുടെ ഓർഡർ n ആണ്. അതുകൊണ്ട് നമുക്കറിയാം, നേരത്തെ പറഞ്ഞു a² ഓർഡർ n ആയിരിക്കും, എയുടെ ഓർഡർ n ആയിരിക്കും. i എന്ന് പറയുന്നത് n ഓർഡറിലുള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പോൾ നോർമലി എന്താണ് 3a² എന്ന് പറയുമ്പോൾ a² എന്ന് പറയുന്ന ഒരു n ഓർഡറിലുള്ള സ്ക്വയർ മെട്രിക്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് n ഓർഡറിലുള്ള ഒരു മെട്രിക്സ് ആണ് കിട്ടുക.
4നെ കൊണ്ട് n ഓർഡറിലുള്ള ഒരു സ്ക്വയർ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ n ഓർഡറിലുള്ള മെട്രിക്സിനാണ് കിട്ടുക. 5നെ കൊണ്ട് n ഓർഡറിലുള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? n ഓർഡറിലുള്ള ഒരു മെട്രിക്സ് ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ്, ഈ 3 ഒരേ ഓർഡറിലുള്ള മെട്രിക്സുകൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ് നമുക്ക് കിട്ടുന്നത്? എന്തായിരിക്കും? n ഓർഡറിലുള്ള മറ്റൊരു സ്ക്വയർ മെട്രിക്സ് ആണ് നമുക്ക് കിട്ടുക, അല്ലേ? ഇവിടെ ക്ലിയർ ആയി പറഞ്ഞാൽ എന്താണ് നമുക്ക് പറയുന്നതാണ്, n ഓർഡറിലുള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ ഈ പോളിനോമിയലിനെ നിങ്ങൾ മെട്രിക്സ് പോളിനോമിയലിനെ നിങ്ങൾ മുഴുവനായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഈ എ എന്ന് പറയുന്ന മെട്രിക്സ് ഇവിടെ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന പി ഓഫ് എ എന്ന് പറയുന്ന ഒരു എന്താണ് പോളിനോമിയൽ ഇൻ എ എന്നാണല്ലോ. പി ഓഫ് എ എന്നാണ് പോളിനോമിയൽ ഇൻ എ എന്നാണ്. അപ്പോൾ അതൊരു മെട്രിക്സ് ആയിരിക്കും. ഏത് ഓർഡറിലുള്ള? ഇതേ ഓർഡറിലുള്ള മറ്റൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കും പി ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കുള്ള ചില പ്രോബ്ലംസ് നമുക്ക് ചെയ്ത് നോക്കാം. നോക്കൂ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിന് മുകളിൽ എഴുതിയിട്ടുണ്ട്, അല്ലേ? മെട്രിക്സ് പോളിനോമിയൽ എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു പോളിനോമിയലിൽ അതിൻ്റെ വേരിയബിളിന് പകരം സ്ക്വയർ മെട്രിക്സ് കൊടുക്കുമ്പോഴാണ് അത് മെട്രിക്സ് പോളിനോമിയലായിട്ട് മാറുന്നത്, അല്ലേ? അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, x⁻0 എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളാണ് ആ സ്ക്വയർ മെട്രിക്സിൻ്റെ അതേ ഓർഡറിലുള്ള ഐഡന്റിറ്റി മെട്രിക്സ് ആണ് കൊടുക്കുക. നോക്കൂ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. P of x is equal to 4x³ - 5x² + 10x + 4. ഇതൊരു പോളിനോമിയലാണ്, അല്ലേ? എക്സിലുള്ള ഡിഗ്രി 3 ആയിട്ടുള്ള, അല്ലേ? പോളിനോമിയലിൻ്റെ ഡിഗ്രി എങ്ങനെയാണെന്ന് നമ്മൾ പറയാം? ഏറ്റവും ഹയസ്റ്റ് ഡിഗ്രി ഓഫ് ദ വേരിയബിൾ ആണ് പോളിനോമിയലിൻ്റെ ഡിഗ്രി നമ്മൾ പറയുന്നത്, അല്ലേ? പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ എക്സ് എന്ന് പറയുന്ന ഈ പോളിനോമിയലിൻ്റെ ഡിഗ്രി എത്താന്ന് ചോദിച്ചാൽ എന്താണ്? 3 ആണ്, അല്ലേ? അപ്പോൾ 3rd ഡിഗ്രിയിലുള്ള ഒരു പോളിനോമിയൽ ഇവിടെ തന്നിട്ടുണ്ട്. ഈ പോളിനോമിയലിലെ നമുക്ക് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇതൊരു പോളിനോമിയലാണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ ഒരു മെട്രിക്സ് തന്നിട്ടുണ്ട്, ഒരു സ്ക്വയർ മെട്രിക്സ് എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ് തന്നിട്ടുണ്ട്. 1 2 0 1. ഇതിന്റെ ഓർഡർ എന്താ? ഈ സ്ക്വയർ മെട്രിക്സിന്റെ ഓർഡർ എന്താ? മെട്രിക്സ് ഓഫ് ഓർഡർ 2, അല്ലെ? 2/2 എന്നാണ്. പക്ഷെ സ്ക്വയർ മെട്രിക്സ് ആകുമ്പോൾ എന്താണ്? ഓർഡർ 2 എന്ന് പറഞ്ഞാൽ മതി. ഫൈൻഡ് പി ഓഫ് എ എന്നാണ് പറയുന്നത്, അല്ലെ? പി ഓഫ് എക്സ് ഇതാണ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ എന്താണ് എന്നാണ് ചോദ്യം, അല്ലേ? എന്താണ് സ്വാഭാവികമായിട്ട് നമ്മൾ ഈ എക്സ് ഉള്ളതിനൊക്കെ പകരം കൊടുക്കും, എ എന്നുള്ളത് കൊടുക്കുക, അല്ലേ? അപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സിലുള്ള ഒരു മെട്രിക്സ് പോളിനോമിയൽ കിട്ടും. അപ്പോൾ നമുക്ക് പോളിനോമിയൽ ഇൻ എക്സ് എന്ന് പകരം പോളിനോമിയൽ ഇൻ എ, അല്ലേ? നമ്മൾ ഇതിൻ്റെ ആൻസർ കാണുന്ന സമയത്ത് പോളിനോമിയൽ ഇൻ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന് എക്സ് ഉള്ള സ്ഥലത്തൊക്കെ, എക്സ് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇവിടെ നമ്മൾ എ കൊടുക്കുന്നു. ദാറ്റ് ഈസ് 4a³ - 5a² + 10a + 4 അല്ലേ? 4ന് ഇവിടെ എന്താണ്? x⁻0 ഉള്ള സ്ഥലമാണ്. അപ്പം നമ്മളവിടെ എന്ത് കൊടുക്കണം? ഇവിടെ 4x⁻0 ആണ് ഇവിടെ ഉള്ളത്. അപ്പം നോർമലി നമ്മൾ അത് എഴുതുമ്പോൾ എന്ത് കൊടുക്കണം? 4 × i എന്ന് കൊടുക്കണം. ഈ i എന്ന് പറഞ്ഞാൽ എന്താ? i എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇതിന്റെ ഇതേ 2/2 ഓർഡറിലുള്ള അല്ലെങ്കിൽ 2 ഓർഡറിലുള്ള ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഓക്കെ, ഇനി നമ്മൾ ഈ ഒരു പി ഓഫ് എ എന്ന് പറയുന്ന മെട്രിക്സ് പോളിനോമിയൽ കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇവിടെ a³ കാണണം, a² കാണണം, a കാണണം, അല്ലേ? എന്നിട്ട് ഇതെല്ലാം കൂടി നോക്കുന്നതാണ് ഈ പറഞ്ഞ ഓപ്പറേഷൻസ് പ്ലസ് മൈനസ് പ്ലസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഒരു മെട്രിക്സ് ആക്കി അതിനെ മാറ്റണം, അല്ലേ? അപ്പോൾ ഇതിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? ആദ്യം നമുക്ക് എന്ത് കാണണം? a³ കാണണം. a³ കാണുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം? a² കാണണം. a² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം a × a ആണ്, a × a ആണ്, അല്ലേ? ഇവിടെ a എന്ന് പറഞ്ഞാൽ എന്താ? മെട്രിക്സ് 1 2 0 1 ഇൻറ്റു മെട്രിക്സ് 1 2 0 1. ഓക്കെ, രണ്ട് മെട്രിക്സുകൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ? നമ്മൾ എന്ത് ഓപ്പറേഷനാണ്? RC ഓപ്പറേഷൻ, അല്ലേ? റോ കോളം ഓപ്പറേഷൻ. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് റോ ഇൻറ്റു ഇതിന്റെ ഫസ്റ്റ് കോളം, ദാറ്റ് ഈസ് ഈക്വൽ ടു a² is equal to നോക്കൂ 2/2 ഓർഡറുള്ള മെട്രിക്സ് ആയിരിക്കും, അല്ലേ? അപ്പോൾ നോക്കൂ 1 × 1 1 പ്ലസ് 2 × 0 0. ആദ്യത്തെ എലമെന്റ് കിട്ടി. അടുത്തത് ഇതേ റോ ഇൻറ്റു അടുത്ത കോളം 1 × 2 2 പ്ലസ് 2 × 1
2 രണ്ടാമത്തെ എലമെന്റും കിട്ടി. ഓക്കെ, ഇതെന്തായിരിക്കും? ഈ റോ ഇൻറ്റു ഈ കോളം 0 ഇൻറ്റു 1 1 പ്ലസ് 1 ഇൻറ്റു 0 0. ഇനി 0 ഇൻറ്റു 2 0 പ്ലസ് 1 ഇൻറ്റു 1 1 അല്ലേ? 4 എലമെന്റ് നമുക്ക് കിട്ടി. നോക്കിയതാ മാട്രിക്സ് 1 പ്ലസ് 0 1 2 പ്ലസ് 2 4 1 പ്ലസ് 0 1 0 പ്ലസ് 1 1. ഇതെന്താണ് നോക്കൂ, ഇത് എ സ്ക്വയർ എന്ന് പറയുന്ന മെട്രിക്സ് ആണിത്. 1 4 1 1 എന്ന് പറയുന്ന മെട്രിക്സ് എ സ്ക്വയർ എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. അപ്പോൾ ഇവിടെ എ സ്ക്വയർ നമുക്ക് കിട്ടി. ഇനി നമുക്കത് എന്ത് കാണണം? എ ക്യൂബ് കാണണം. എ ക്യൂബ് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? എ സ്ക്വയറിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എ ക്യൂബ് കിട്ടും. ഓക്കെ, അപ്പോൾ എ സ്ക്വയറിനെ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കൂ, ഇവിടെ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ എ ഇൻറ്റു എ അല്ലേ? എ ഇൻറ്റു എ. ഓക്കെ, എ ഇൻറ്റു എ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? എ സ്ക്വയർ നമുക്കറിയാം റോ ഇൻറ്റു കോളം അല്ലേ? ഫസ്റ്റ് എലമെന്റ് നമുക്കറിയാം. ഈ രണ്ട് 2x2 ഓർഡറിലുള്ള മെട്രിക്സ് ആണ്. അതായത് സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2 ഇൻറ്റു സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2. ദാറ്റ് മീൻസ് യു ആർ ഗോയിങ് ടു ഗെറ്റ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ 2. അപ്പോൾ 4 എലമെന്റ്സ് ഉണ്ടായിരിക്കും. അതിൽ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 1 ഇൻറ്റു 1 ദിസ് റോ ഇൻറ്റു ദിസ് കോളാണ്. 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1 പ്ലസ് 2 ഇൻറ്റു 0 ദാറ്റ് ഈസ് 0. This is the first element. The second element is 1 into 2 that is 2 plus 2 into 1 that is 2. That is the second element. This row into this column 0 into 1 that is 0 into 1 0 plus 1 into 0 that is 0. Then this element is this row into this column 0 into 2 0 plus 1 into 1. So the matrix is 1 4 0 1. നോക്കൂ, അപ്പോൾ ഇവിടെ 5 എ സ്ക്വയർ എന്നുള്ളതിൽ 5 എ സ്ക്വയർ എന്നുള്ളതിൽ എ സ്ക്വയർ നമ്മളിപ്പോൾ കണ്ടു. നമ്മൾ ആദ്യം എ സ്ക്വയർ കാണാനുള്ള കാരണം എന്താ? നമുക്ക് എ ക്യൂബ് കാണണം. എ ക്യൂബ് കാണാൻ എന്ത് ചെയ്താൽ മതി? എ ക്യൂബ് കാണണമെങ്കിൽ എന്താണ്? ഇനി ഈ എ സ്ക്വയറിനെ ഒരു എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എ ക്യൂബ് കിട്ടും. എ ക്യൂബ് കിട്ടും. അപ്പം നമ്മൾ എ സ്ക്വയർ കണ്ടു. ഇനി നമുക്ക് എന്താണ്? എ ക്യൂബാണ് കാണുന്നത്. എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ ഇൻറ്റു എ ആണ് അല്ലേ? എ സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുണ്ട് 1401. എ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ എ സ്ക്വയർ ഇൻറ്റു എ. ഓക്കെ, അപ്പോൾ 1401 1201 ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം 1 ഇൻറ്റു 1 1 പ്ലസ് 4 ഇൻറ്റു 0 ദാറ്റ് ഈസ് 0 1 ഇൻറ്റു 2 ദാറ്റ് ഈസ് 2 പ്ലസ് 4 ഇൻറ്റു 1 ദാറ്റ് ഈസ് 4. Next this row into this column 0 into 1 that is 0 plus 1 into 0 that is 0 0 into 2 that is 0 1 into 1 plus 1 into 1 that is 1. Okay, അപ്പോൾ എന്തായിരിക്കും? that is equal to 1 6 0 1. നോക്കൂ, എ ക്യൂബ് നമുക്ക് കിട്ടി അല്ലേ? എ ക്യൂബ് നമുക്ക് കിട്ടി. എ നമുക്ക് അറിയാവുന്നതാണ്. ഐ നമുക്കറിയാം. ഐ എന്താണ്? ഐ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഐഡന്റിറ്റി മെട്രിക്സ് അല്ലേ? ഐ ഇത് എ 2x2 മെട്രിക്സ് ആണ്. 2x2 മെട്രിക്സ് ആണ് എ. സോ ദിസ് ഐ ആൾസോ 2x2 മെട്രിക്സ്. സോ ഇറ്റ് ഈസ് 1 0 0 1. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഈ മെട്രിക്സ് പോളിനോമിയൽ, അതായത് ഈ തന്നിട്ടുള്ള മെട്രിക്സ് പോളിനോമിയലിൽ എല്ലാ ഘടകങ്ങളും നമുക്ക് കിട്ടി. എന്താണ്? എ ക്യൂബ് നമുക്ക് കിട്ടി. എ ക്യൂബ് നമുക്ക് കിട്ടി. എ സ്ക്വയർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. എ സ്ക്വയർ നമുക്ക് അറിയാം. എ നമുക്ക് അറിയാം. ഐ നമുക്കുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? ഈ പോളിനോമിയലിൽ
മെട്രിക്സ് പോളിനോമിയലിൽ ഈ പറയുന്ന മെട്രിക്സുകളൊക്കെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക, അത് നമ്മൾ സോൾവ് ചെയ്യുക. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, പി ഓഫ് എ എന്ന് പറഞ്ഞ പോളിനോമിയൽ മെട്രിക്സ് പോളിനോമിയൽ നമുക്ക് കിട്ടും. ഓക്കെ, നോക്കൂ, നമുക്ക് ഇവിടെ കിട്ടിയ മെട്രിക്സുകൾ, അതായത് എ ക്യൂബ് എ സ്ക്വയർ എ ഐ എന്നുള്ള മെട്രിക്സുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഈ പോളിനോമിയൽ നമ്മൾ ആ മെട്രിക്സുകൾ ചേർത്ത് കൊടുക്കാനാണ്. നോക്കൂ, അപ്പോൾ പി ഓഫ് എ എന്ന് പറയുന്ന മെട്രിക്സ് പോളിനോമിയൽ എന്തായി മാറുന്നു, 4 ഇൻറ്റു എ ക്യൂബ് 1601 മൈനസ് 5 ഇൻറ്റു എ സ്ക്വയർ പ്ലസ് 10 ഇൻറ്റു എ, അതുപോലെ എന്താണ് 10 ഇൻറ്റു എ 4 ഇൻറ്റു ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ലേ. ഇത് എന്താണ്, മെട്രിക്സിനെ ഒരു സ്കേലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ്, ആ സ്കേലർ കൊണ്ട് ആ മെട്രിക്സിന്റെ എല്ലാ എലമെന്റ്സിനും മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കൂ, 4 ഇൻറ്റു 1 4 ഇൻറ്റു 6 4 ഇൻറ്റു 0 4 ഇൻറ്റു 1 ദാറ്റ് ഈസ് 4 24 0 4. 5 ഇൻറ്റു 1 മൈനസ് 5 ഇൻറ്റു 1 5 5 ഇൻറ്റു 4 20 5 ഇൻറ്റു 0 0 5 ഇൻറ്റു 1 5. നോക്കൂ, 10 ഇൻറ്റു 1 10 ഇൻറ്റു 2 20 10 ഇൻറ്റു 0 10 ഇൻറ്റു 1. That is 4 into 1 4 into 0 4 into 0 that is matrix. അപ്പോൾ ഇവിടെ എന്താണ്, ഇനി പി ഓഫ് എ കിട്ടണമെങ്കിൽ എന്താണ്, ഇതൊരു 2/2 2/2 2/2 2/2 മെട്രിക്സുകളാണ്, എല്ലാ സ്ക്വയർ മെട്രിക്സുകളാണ് അല്ലേ. അപ്പോൾ ഇനി എന്താണ്, ഇതിൻ്റെ ഈ ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാറുണ്ട്. നമുക്ക് 4 മൈനസ് 5, ഇത് പി ഓഫ് എ എന്ന് പറയുന്നതാണ് ഒരു 2/2 മെട്രിക്സ് ആയിരിക്കും അല്ലേ. അതിൻ്റെ ആദ്യത്തെ എലമെന്റ് എന്തായിരിക്കും, 4 മൈനസ് 5 plus 10 plus 4 ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ എലമെന്റ്. രണ്ടാമത്തെ 24 മൈനസ് 20 24 മൈനസ് 20 പ്ലസ് 20 പ്ലസ് 20 പ്ലസ് 0 ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ എലമെന്റ്. ഇനി അടുത്തതായിരിക്കും 0 മൈനസ് 0 പ്ലസ് 0 പ്ലസ് 0. എലമെന്റ് ആയിരിക്കും 4 പ്ലസ് 5 4 മൈനസ് 5 4 മൈനസ് 5 4 മൈനസ് 5 പ്ലസ് 10 പ്ലസ് 4. ഓക്കെ, അപ്പോൾ പി ഓഫ് എ എന്ന് പറയുന്ന പോളിനോമിയൽ നോക്കൂ, ഈ പോളിനോമിയൽ മെട്രിക്സ് എന്ന് പറയുന്നത് ഈ മെട്രിക്സ് ആണ്. എന്താണ്, 4 മൈനസ് 5 പ്ലസ് 10 പ്ലസ് 4 എന്ന് പറയുന്നത് ചെയ്തെന്ത് കിട്ടും, 4 മൈനസ് 5 പ്ലസ് 10 പ്ലസ് 4 8 മൈനസ് 5 3 13 എന്നാണ് നമുക്ക് കിട്ടുന്നത്, 13 അല്ലേ. അതുപോലെ 24 മൈനസ് 20 പ്ലസ് 20 ദാറ്റ് ഈസ് 24. ദെൻ എന്താണ് അടുത്തത്, 0 മൈനസ് 0 മൈനസ് 0 ദാറ്റ് ഈസ് 0. ദെൻ എന്താണ് 4 മൈനസ് 5 പ്ലസ് 10 പ്ലസ് 4 14 14 മൈനസ് 14 പ്ലസ് 4 18 മൈനസ് 5 13. ഫൈനൽ ആൻസർ നോക്കൂ, ഇതിന്റെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് നമ്മളോട് ഫൈൻഡ് പി ഓഫ് എ എന്ന് പറയുന്നത് അല്ലേ. പി ഓഫ് എക്സ് ഈ പോളിനോമിയലാണ്, എക്സിലുള്ള പോളിനോമിയൽ. എ എന്ന് പറയുന്നത് ഈ മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പി ഓഫ് എ എന്ന് പറയുന്ന മെട്രിക്സ് പോളിനോമിയൽ കാണാനാണ് നമ്മളോട് പറഞ്ഞത്. എക്സിന് പകരം നമ്മൾ എന്ത് ചെയ്തു, എ കൊടുത്തു എല്ലായിടത്തും. എന്താണ് എന്ത് ചെയ്തു, എക്സ് ക്യൂബും എ ക്യൂബും എ സ്ക്വയറും എയും ഐയും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതിന് ഫൈനലി എന്താണ്, പി ഓഫ് എ ഈസ് ഈക്വൽ ടു ദിസ് മെട്രിക്സ് എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഈ പോളിനോമിയലിൽ നിന്നും മെട്രിക്സ് കൊടുത്ത് പി ഓഫ് എ എന്ന് പറയുന്ന മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് മെട്രിക്സ് പോളിനോമിയലിലെ ക്വസ്റ്റ്യൻസ് വന്ന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ ഇതൊരു ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ മെട്രിക്സ് പോളിനോമിയൽ എന്ന് പറയുന്ന ഭാഗത്തുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ നമ്മൾ ഇന്ന് ചെയ്തത്. മെട്രിക്സ് പോളിനോമിയലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ചെയ്യുകയാണ് ഈ ക്ലാസ്സിൽ തന്നെ. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ, ഇഫ് എ ഈസ് ഈക്വൽ ടു 3 minus 2 4 minus 2 and I is equal to 1 0 0 1, find k so that a square is equal to ka minus 2i.
ഓക്കെ, ഇതൊരു പോളിനോമിയലാണ്, മെട്രിക്സ് പോളിനോമിയലാണ് അല്ലേ. ഇവിടെ ഈ കെനെ കൊണ്ട് എനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി എന്താണ്, ഈ കെ എന്ന് പറയുന്നത് സ്കാലാറാണ്. ആ സ്കാലാറെ കൊണ്ട് എനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട. അങ്ങനെയാണെങ്കിൽ ആ സ്കാലാർ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, ഏതാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആൻസറിലേക്ക് പോകുമ്പോൾ ഇവിടെ നിന്നാണ് a² നമ്മൾ കാണണം. ഈ LHSഉം ഈ ഈക്വൽ സൈനിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്, a², a ദാറ്റ് ഈസ് a. അപ്പോൾ ഇതിനെ ഇതിനോട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ 3 × 3 പ്ലസ് -2 × 4 ദാറ്റ് ഈസ് 1. 3 × -2 that is -6 plus -2 × -2 that is +4. -6 + 4 is -2. 4 × 3 that is 12 plus -2 × 4 that is -8. 12 - 8 is 4. That is 4 × -2 that is -8 plus -2 × -2 that is 4. -8 plus 4 is -4. ഓക്കെ, അപ്പോൾ ഇതാണ് a² ആണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് എന്താണ് ഈ സൈഡിൽ നമുക്ക് കിട്ടിയത് എന്താണ്, KA - 2i നമുക്ക് കിട്ടണം. അപ്പോൾ KA - 2i എന്താണ് നമുക്ക് നോക്കാം. a² നമുക്ക് കിട്ടി. ഇതെന്താണ് നമ്മൾ നോക്കുന്നത്. KA എന്ന് പറയുമ്പോൾ K × A അല്ലേ. K × A എന്ന് പറയുമ്പോൾ K കൊണ്ട് ഇതിനെ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. ദാറ്റ് ഈസ് 3K × -2 -2K K × 4 that is 4K K × -2 -2K minus 2 × I. 2 × I എന്ന് പറയുമ്പോൾ I നമുക്കറിയാം ഏതാണ്, 2 × I. 2 × 1 that is 2. 2 × 0 that is 0. 2 × 0 that is 0. 2 × 1 that is 2. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാവുന്നതാണല്ലോ അല്ലേ. ഇത് ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്പോൾ 3K - 2 3K - 2 -2K plus 0 that is -2K 4K plus 0 that is 4K -2K plus 2 that is -2K plus 2. ഇത് എന്തിനോട് ഈക്വൽ ആണ്, ഇതും ഈക്വൽ ആണെന്ന് പറയുന്നത് അല്ലേ. ദാറ്റ് മീൻസ് ഇത് ഇതിനോട് ഈക്വൽ ആണ്, ഈ മാട്രിക്സ് ഇതിനോട് ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു 1 - 2 4 - 4 is equal to 3K - 2 -2K 4K -2K plus 2. ഇവിടെയാണ് നമ്മൾ എന്താണ് അടുത്ത കാര്യം നമ്മൾ ഉപയോഗിക്കേണ്ടത്. എന്താണ്, നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണ്, രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷനിലെ എലമെന്റ് എന്താവണം, ഈക്വൽ ആവണം അല്ലേ. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആവണം, -2 എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആവണം, 4 എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആവണം, -4 എന്ന് പറയുന്നത് ഇതിനോട് ഈക്വൽ ആവണം അല്ലേ. അപ്പോൾ 3K - 2 ഈക്വൽ ആണ് 1, -2K ഈക്വൽ ആണ് -2, 4K ഈക്വൽ ആണ് 4, -2K plus 2 ഈക്വൽ ആണ് -4. ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുക്കുക. അപ്പോൾ 3K - 2 is equal to 1. That is 3K is equal to 3. That is K is equal to 1. അല്ലേ. കെയുടെ വാല്യൂ ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. കെയുടെ വാല്യൂ 1 എന്ന് കിട്ടി. ഇനി ഇതേ ഈക്വൽ ടു ഇത് എടുത്താൽ നമുക്ക് തന്നെ കിട്ടുക. 4K = 4 എന്നാൽ K = 1 അല്ലേ. -2K = -2 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക, K = -2/-2 എന്ന് പറഞ്ഞാൽ 1 എന്ന് കിട്ടും. ഇതേ ഇത് നിർത്താലും K = 1 എന്ന് കിട്ടും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, മെട്രിക്സ് പോളിനോമിയലിന് ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇങ്ങനെ ഈ ഒരുപാട് ചോദ്യങ്ങൾ എന്താണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഉണ്ട്. നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി പ്രോബ്ലംസ് ഇതുമായി ബന്ധപ്പെട്ട വേരിയസ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് നമ്മൾ ചെയ്യും. തൽക്കാലം ഈ ക്ലാസ് നമ്മൾ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ക്ലാസ് കാണുമ്പോൾ എല്ലാവർക്കും എന്താണ് നല്ല രൂപത്തിൽ ഈ ചാപ്റ്റർ പഠിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും വീട്ടിൽ സേഫായിട്ട് സെക്യൂറായിട്ട് ഇരിക്കുക. ഓക്കെ, അടുത്ത തവണ കാണുമ്പോൾ ഗുഡ് ബൈ.